ഇനി നമുക്ക് പഴയ കാലത്തെ പോലെ ശരിക്കും വേസ്റ്റ് കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് ഇടാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തള്ളാനോ ലാൻഡ് ഫില്ല് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഞങ്ങളിലേക്ക് വേസ്റ്റ് വരുന്നത് ഈ രൂപത്തിലാണ്. ആ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നത് ഈ രൂപത്തിലാണ്. പ്രോപ്പറായിട്ട് ലൈസൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് എടുത്ത് അതിനകത്ത് വളരെ ശാസ്ത്രീയമായിട്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഗ്രി പോയിന്റിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ അടുത്ത മിഷൻ ഏതാണ്ട് വർക്ക് തീരാറായിരിക്കുന്നത് നമ്മുടെ പൾവറൈസിംഗ് മിഷനാണ്. നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ടുള്ള ഒരു സ്ഥലത്തേക്കുള്ള മിഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും നമുക്ക് ഇതുപോലെ ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു യൂണിറ്റ് നമ്മൾ തുടങ്ങിയാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ആവശ്യത്തിലധികം വരുമാനം അതിനകത്ത് നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഏതാണ്ട് ഒരു 10-15 യൂണിറ്റുകൾ സ്ട്രീം ലൈനിങ്ങിലാണ്. അതിന്റെ എംപാനൽമെന്റിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അടുത്ത ഡിസംബറിനകത്ത് 30 യൂണിറ്റുകളാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾക്കും ഇതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് എടുത്ത് അതിനകത്ത് വളരെ ശാസ്ത്രീയമായിട്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഗ്രി പോയിന്റിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു സംരംഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഉദ്യമത്തിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അഗ്രി പോയിന്റിന് സാധിക്കുന്നതാണ്.